ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഓറഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ജാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് ഒരു 4 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് ഒരു 3/4 കിലോ ഓറഞ്ച് ഉണ്ടാവും. അപ്പോൾ നമുക്കിതിനെ ഒന്നും പൊളിച്ച് ഇതിൻ്റെ അല്ലികളൊക്കെ ഒന്ന് എടുത്ത് നമുക്കിത് ജ്യൂസാക്കിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ജ്യൂസറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ പൊളിച്ചിട്ട് ഇതിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. കാരണം കുരു ചേർത്തിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ കുറച്ചൊരു കയ്പ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് കുരുവെല്ലാം കളഞ്ഞ് അതുപോലെ ആ കട്ടിയുള്ള തോലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അടിക്കുകയാണെങ്കിൽ അടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ഇത് കുരു ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് അരിച്ചെടുത്തോളൂ. ഇനി നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിയുടെ ഭാഗത്തുനിന്ന് കുറച്ചൊരു ഓറഞ്ച് ജസ്റ്റ് എടുക്കുന്നുണ്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ തോലെടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ആ ഒരു ഓറഞ്ച് പോർഷൻ മാത്രം നമുക്ക് കിട്ടിയാൽ മതി ഇതുപോലെ. ഇനിയിപ്പോൾ ഗ്രേറ്റർ ഇല്ലെങ്കിൽ ഒന്ന് നമ്മളൊരു ചെറിയ പീസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ വൈറ്റ് പോർഷൻ അങ്ങ് കളഞ്ഞോളൂ. അത് വേണ്ട, അതുണ്ടെങ്കിൽ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ആ പോർഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇതൊരു 1 ടീസ്പൂണൊക്കെ മതി കേട്ടോ, അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. കാരണം ഓറഞ്ച് പുളിയൊക്കെ ഉള്ള ഓറഞ്ച് ആണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര വേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുത്താൽ മതി അതനുസരിച്ച്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിനി ഒന്ന് കുറുകി ഒന്ന് നല്ല കട്ടിയായിട്ട് വരണം നമ്മുടെ ഈ ജ്യൂസ്. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ കുറുകി വരാനായിട്ട് തുടങ്ങും, നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങും നമ്മുടെ ജ്യൂസ്. അപ്പോൾ കുറച്ചങ്ങ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ഓറഞ്ച് ജസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണാണ് കേട്ടോ ചേർക്കണേ. ഇതും നമ്മൾ അധികം ചേർത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കയ്പ്പ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി, താല്പര്യം ഇല്ലെങ്കിൽ ഇത് ചേർക്കണം എന്നില്ല. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് ഒന്നും കൂടെ കട്ടിയായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇത് കുറച്ച് കഴിയുമ്പോൾ കളറും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കളറും ഒന്ന് ഡാർക്കായിട്ട് വരാൻ തുടങ്ങും. അതുപോലെ നല്ല കട്ടിയായിട്ടും വരാൻ തുടങ്ങും. അപ്പോൾ മൊത്തം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് കേട്ടോ എടുക്കുക നമ്മുടെ ജാം റെഡി ആവാനായിട്ട്. ഒരു 15 മിനിറ്റൊക്കെ എടുക്കുള്ളൂ ശരിക്ക്. ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ജാം റെഡിയായി കിട്ടും. അപ്പോൾ അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അധികം തീ കൂട്ടി വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1 ടീസ്പൂൺ നാരങ്ങ നീരാണ്. അത് നമ്മുടെ ജാം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ കുറച്ച് നാൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ നീര് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു നാരങ്ങയുടെയൊക്കെ നീര് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ജാമിൻ്റെ ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലേറ്റിലിട്ടിട്ട് നോക്കിയാൽ മതി. അത് താഴത്തേക്ക് ഒഴുകി പോകുന്നില്ലെങ്കിൽ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. കണ്ടില്ലേ, നമ്മുടെ ജാം നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും. അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാം. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജാം ഒന്നും കൂടെ കട്ടിയായിട്ടുണ്ട്. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജാം പോലെ തന്നെയാണ്. അപ്പോൾ ഓറഞ്ചൊക്കെ നല്ല വിലക്കുറവിലൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ജാമൊക്കെ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. കുട്ടികൾക്കൊക്കെ നമുക്ക് സേഫായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. കാര്യം നമ്മളിതിൽ വേറൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ ബ്രെഡിലും ചപ്പാത്തിയിലൊക്കെ തേച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്